ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ, പ്രവർത്തകരെ, അവസാനിക്കുന്ന നാട്ടിലേക്ക് വളർന്ന നിങ്ങൾക്ക് സ്നേഹോഷ്മമായ യാത്രയെ തന്നെ ഹൃദയത്തിൻ്റെ ഭാഷ കഴിഞ്ഞ 13 വർഷമായി പ്രവർത്തനവും ഞാനുണ്ട്. ഈ കാലയളവിൽ ഒരുപാട് പേരെ പരിചയപ്പെടാനും സമൂഹം സ്ഥാപിക്കാനും കഴിഞ്ഞു എന്ന് തന്നെ വലിയ നേട്ടമായിട്ടായിരുന്നു. കണ്ണൂർ ജില്ലയിലെ ശരിക്കടുത്ത് മുതലുള്ള മായിക്കും അടുത്തു എന്ന് പറയാം. തൊട്ടിലുള്ള ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നത്. എൻ്റെ ഒരു അധ്യാപകനായിരുന്നു. സാധാരണ കുട്ടിയാണ്. 4 സഹോദരന്മാരും ഒരു സഹോദരികളുണ്ട്. വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ എസ്എസ്എല്ലിലും ഡിവൈഡിയൊക്കെ സാധാരണ മെമ്പർഷിപ്പിൽ ഉണ്ടായിരുന്നു എന്നല്ലാതെ അങ്ങനെ സജീവ പ്രവർത്തനം ആയിരുന്നില്ല. എങ്കിലും എൻ്റെ സജീവ രാഷ്ട്രീയ പ്രവർത്തനമാണ്, സാമൂഹിക പ്രവർത്തനമാണ്. അതൊക്കെ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന് എനിക്ക് അത്യാവശ്യം രാഷ്ട്രീയ ബോധമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡിഗ്രി പഠന കഴിഞ്ഞ ശേഷമാണ് വകുപ്പുമായുള്ള കലാരചന വരുന്നതും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതും. അപ്പോൾ കണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പൊതുപ്രവർത്തകനാണ്, സിറ്റംകാരനാണ് എന്ന് തന്നെയായിരുന്നു. ഇപ്പോൾ മറപ്പിനെ മർത്തമായി സ്വീകരിക്കുന്നത് കണ്ടെത്തിയത്. പിന്നെ കല്യാണശേഷം ഞാൻ സഹാവിൻ്റെ കൂടെ പല പാർട്ടി പ്രവർത്തനങ്ങളും പാർട്ടി വേദികളിലും പങ്കെടുക്കാറുണ്ട്, സമ്മേളനങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ടെങ്കിലും അത്ര സജീവമായിട്ടൊന്നും പങ്കെടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും തൊക്കിലി ഗ്രാമപഞ്ചായത്ത് ഇലക്ഷൻ 2005 നടക്കുന്ന കാലഘട്ടത്തിൽ മത്സരിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിച്ചിരുന്നു. പക്ഷെ ഞാൻ കഴിയുന്നത് ഒഴിഞ്ഞു മാറി. പക്ഷേ 2010 എത്തുമ്പോഴേക്കും ഞാൻ കതിരിലേക്ക് ഇവിടെ താമസം മാറിയിരുന്നു. അവിടുത്തെ സഹാക്കളെ വിട്ടില്ല. തീർച്ചയായിട്ടും പൊക്കിക്കൊണ്ടുപോയി മത്സരിപ്പിക്കാതെ ചെയ്തു. പിന്നെ കതിർ പഞ്ചായത്തിലെ 18ാം വാർഡിൽ മത്സരിക്കുകയും നല്ല ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കുകയും ചെയ്തു. പക്ഷേ പൊതുരംഗത്തുണ്ടായ എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ ഒരുപാട് പേരെ പരിചയപ്പെടാനും അതോടൊപ്പം താഴേക്കരയിലുള്ള ജനങ്ങളുമായിട്ട് സംവദിക്കാനും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും അവരുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും പങ്കെടുക്കുവാനും അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്നാലാവുന്ന വിധം പകച്ച് പ്രതിവിധി കണ്ടെത്താനും കഴിഞ്ഞു എന്നത് വലിയൊരു നേട്ടമായി തന്നെ ഞാൻ കരുതുകയാണ്. അതിൽ പലരും ഇപ്പോഴും എന്നെ കാണുമ്പോൾ ആ പഴയ കാലത്തെ ഓർമ്മകൾ പറയുകയും സന്തോഷം പങ്കുവെക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ ആ കാലഘട്ടത്തിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പിലുണ്ടായിരുന്നു. ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഞാൻ പാർട്ടി വീട്ടിലേക്ക് കടക്കുന്നത്. ഇവിടെ വന്നപ്പോൾ കുടുംബവേദി മെന്താവേദിയായിരുന്നു ഞാൻ വരുന്ന സമയത്തുണ്ടായിരുന്നത്. പിന്നെയാണ് കുടുംബവേദി ഉപയോഗിക്കുന്നത്. കുടുംബവേദി ഉപയോഗിച്ചതിന് ശേഷവും മെന്താവേദിയുള്ള സമയത്തും ഒക്കെ സജീവമായിട്ട് രംഗത്തിനുണ്ടായിരുന്നു. പക്ഷേ ഭാരമായിട്ടൊന്നും ഞാൻ വരാൻ നിൽക്കാതിരുന്നതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. അതുകൊണ്ട് തന്നെ ഭാരമായിട്ടൊന്നും ഇല്ലെങ്കിലും കേളിയും കുടുംബവേദി നടത്തുന്ന എല്ലാ പരിപാടികളിലും സജീവമായി തന്നെ ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴും നമ്മൾ രണ്ടുപേരും ആരോഗ്യ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാസ ജീവിതം അവസാനിപ്പിക്കേണ്ട വ്യക്തിയെന്ന് തോന്നുന്നത് മാത്രമാണ് ഈ പ്രവാസ ജീവിതം. അതേപോലെ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്, ശരി തന്നെയാണ്. എങ്കിലും പോയേ തീരുമെന്ന അവസ്ഥയിൽ ഞങ്ങൾ യാത്രയാകാണ്. ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ചേർന്ന ഈ സ്നേഹമായ യാത്രയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി അഭിവാദ്യങ്ങൾ.